മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോർത്ത് വേർഷൻ്റെ ഒരു കൊറോളറി ഡിസ്കസ് ചെയ്തിരുന്നു. ആ കൊറോളറി പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനിൽ ഏതൊരു അനലിറ്റിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്താലും അതിനൊരു പ്രിമിറ്റീവ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. എക്സിസ്റ്റൻസ് ഓഫ് എ പ്രിമിറ്റീവ് ഫോർ ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കൊറോളറി ആയിട്ട് ഫോർത്ത് വേർഷൻ കോഷീസ് തിയറത്തിന്റെ കൊറോളറി ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറംസ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, റിയൽ കേസിൽ കേട്ടോ, കണ്ടിന്യൂസ് ഫംഗ്ഷന് എന്തുണ്ടാവും, പ്രിമിറ്റീവ് ഉണ്ടാവും, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. പക്ഷെ അത് കോംപ്ലക്സ് ഫംഗ്ഷൻ വിത്ത് കോംപ്ലക്സ് വേരിയബിളിലോട്ട് വരുന്ന സമയത്ത് അത് ട്രൂ അല്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ. റിയൽ കേസിൽ ഫണ്ടമെന്റൽ തിയറം പറയുന്നത് എന്താ പറയുന്നത്, ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താലും അതിന് പ്രിമിറ്റീവ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ട്രൂ ഇൻ ദി കേസ് ഓഫ് ഫംഗ്ഷൻ വിത്ത് കോംപ്ലക്സ് വേരിയബിൾ. അതിനുള്ള എക്സാമ്പിൾസും വി ഡിസ്കസ്ഡ് ഏർലിയർ. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയുള്ള ഫംഗ്ഷനാണ് ഇവിടെ പ്രിമിറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് വേരിയബിളുടെ കേസിൽ? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ. ആ കണ്ടിന്യൂറ്റി റിയൽ കേസിൽ അത് മാറിയിട്ട് കോംപ്ലക്സ് വേരിയബിൾ ലോട്ട് വരുന്ന സമയത്ത് ഫംഗ്ഷൻ വിച്ച് ഇസ് അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഹാസ് എ പ്രിമിറ്റീവ്. അതാണ് ആ കൊറോളറി പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കൊറോളറി നമുക്ക് ഇനി പറയാൻ പോകുന്ന കൊറോളറി പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊറോളറി പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജി എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ. You know that what is meant by a simply connected region. A region is simply connected if its complement with respect to the extended plane is connected. Okay, so our G is simply connected region, and we have one analytic function f from G to C. F is analytic on G, and that f is not equal to 0. Not equal to 0 on G. അങ്ങനെയാണെങ്കിൽ then there is an analytic function G, small letter g on G, small letter g on G, such that f of z can be written as the exponential of g of z. Okay, that is G is a branch. ഇവിടെ log എടുക്കുക, log f of z എന്താ വരിക, g of z എന്ന് വരും അല്ലേ. log f of z പറയുമ്പോൾ g of z. ഇവിടെ g of z അനലിറ്റിക് എന്ന് പറയുന്നതുകൊണ്ട് ഇതിന്റെ അനലിറ്റിക് ബ്രാഞ്ച് നിങ്ങൾക്കറിയാം. log z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ. സോ in order to discuss about the analyticity of a multiple valued function, first we have to restrict that function to single value. So here in this case we can discuss only about the analytic branch. Okay, so if z naught belongs to G, this is an extension of this statement. If z naught belongs to G and e raised to w naught is equal to f of z naught, then g of z naught is equal to w naught. That also we need to show. Okay, so to prove, so first we have to construct an analytic function G satisfying the condition e raised to g of z is equal to f of z. Okay, സോ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം. കണ്ടീഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് അനലിറ്റിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അനലിറ്റിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാം അല്ലേ. ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഹാസ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് ആൻഡ് ദി ഡെറിവേറ്റീവ്സ് ആർ ഓൾസോ അനലിറ്റിക് അല്ലേ. യു നോ ദാറ്റ് വി പ്രൂവ്ഡ് ഇറ്റ് ഏർലിയർ. അനലിറ്റിക് ഫംഗ്ഷൻ ഹാസ് ഡെറിവേറ്റീവ്സ് ഓഫ് all orders and the derivatives are also analytic. So if you take the first derivative of this analytic function f dash, then that derivative is also analytic. Okay, also the quotient of two analytic function f and g with g not equal to 0 is also analytic അല്ലേ. സോ ഇത് കിട്ടി. എഫ് ഡാഷ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്, എഫ് എന്ന് പറയുന്നതും അനലിറ്റിക് ആണ്. എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഡാഷ് ആ കോഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ, എഫ് ഡാഷ് ബൈ എഫ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ അനലിറ്റിക് ഓൺ ജി അല്ലെ. ജിയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ. സോ ഇറ്റ് ഇസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ. സോ ഇറ്റ് ഹാസ് primitive. It has a primitive. So you just take the primitive as G1. What is meant by primitive? If G1 is the primitive of this, then what is the property of this G1?
its derivative is equal to f dash by f. g1 dash is equal to f dash by f. So this part we got from the previous corollary. An analytic function in a simply connected region has a primitive. Okay. Now you define another complex valued function h of z by using this g1. How you define this function? H of z is equal to e raised to g1 of z. Okay, e raised to g1 of z. So this also not equal to 0. H of z is not equal to 0 since it is the exponential of g1 of z. It is also analytic. Okay, it is not equal to 0 and h of z is analytic. So what will happen to the quotient f by h? So f by h, f is analytic, h is also analytic. You define h in such a manner. So f by h is also analytic. Okay, what is the derivative of this function? Derivative, analytic means differentiable in that region. So what about the derivative of this function? You can apply the quotient rule. Denominator into derivative of numerator minus numerator into derivative of denominator by denominator square. Okay. Okay. Now we need to evaluate d by dz of h of z divided by f of z. Sorry, f of z divided by h of z. Derivative of f of z divided by h of z. Derivative of f of അതോടെ ചെയ്തു അല്ല f dash of z h of z minus f of z into h dash of z divided by denominator square. അപ്പോൾ ഇനി അതിൽ ന്യൂമറേറ്റർ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എഫ് ഡാഷ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസെഡ് എന്താ വരിക? എഫ് ഡാഷ് ഓഫ് ഇസെഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസെഡ് അതുപോലെ എഴുതി മൈനസ് എഫ് ഓഫ് ഇസെഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസെഡ് എന്താ? എച്ച് ഓഫ് ഇസെഡ് എന്താ? ഇതല്ലേ എച്ച് ഓഫ് ഇസെഡ്. അപ്പോൾ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു ജി വൺ ഓഫ് സെഡ് ആണ് എച്ച് ഓഫ് ഇസെഡ്. അപ്പോൾ ഡി ബൈ ഡി ഇസെഡ് ഓഫ് എച്ച് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? e raised to g1 of z d by dz of h of z is equal to d by dz of e raised to g1 of z. So this is equal to e raised to g1 of z into g1 dash of z. Okay, what is this? E raised to g1 of z, h of z. Okay, so you can arrange this term in such a way that h dash of z is equal to, sorry, f dash of z into h of z minus f of z into h dash of z is equal to f dash of z into h of z minus f of z into, what is h dash of z? H dash of z g1 dash of z into e raised to g1 of z. What is e raised to g1 of z? h of z. കിട്ടിയോ? h dash of z-നെ നമ്മൾ മാറ്റി എഴുതി. കിട്ടിയല്ലോ? അപ്പോൾ ഇതിനെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാമല്ലോ നമ്മൾക്ക്. എഫ് ഡാഷ് ഓഫ് ഇസെഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഇൻറ്റു ഈ g1 എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ? g1 ഈസ് ദി പ്രിമിറ്റീവ് ഓഫ് ദിസ് അല്ലെ. g1 ഇയാളുടെ പ്രിമിറ്റീവ് ആയതുകൊണ്ട് g1 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? g1 ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ബൈ എഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? g1 ഡാഷിന് പകരം എഫ് ഡാഷ് ബൈ എഫ് കൊടുത്തു ഇൻറ്റു എച്ച് ഓഫ് ഇസെഡ് അല്ലേ. ഇത് കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതെന്ത് വരും? 0. ഇത് നമുക്ക് 0 കിട്ടി. കിട്ടിയല്ലോ. ഇനി നോക്കൂ, എച്ച് ഡാഷ് ഓഫ് ഇസെഡ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എച്ച് ഡാഷ് ഓഫ് ഇസെഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. എച്ച് ഡാഷ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻഷ്യൽ. എച്ച് ഡാഷ് ഓഫ് ഇസെഡ് എക്സ്പൊണൻഷ്യൽ ഓഫ് g1 ഓഫ് ഇസെഡ് ഇൻറ്റു g1 ഡാഷ് ഓഫ് ഇസെഡ്. അപ്പോൾ g1 ഡാഷ് ഓഫ് ഇസെഡ് ഇതെന്താ? എച്ച് ഓഫ് ഇസെഡ്. കിട്ടിയല്ലോ.
അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്. അപ്പോൾ ഇത് 0 എന്ന് കിട്ടി. ഏത് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നു 0 എന്ന് കിട്ടി. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് അത് നമ്മൾ 0 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എന്താ അത് ആക്ച്വലി ഡി ബൈ ഡി ഇസഡ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്തായിട്ട് കിട്ടി? ഡി ബൈ ഡി ഇസഡ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്താ? എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് ഇസഡ് ദി ഹോൾ സ്ക്വയർ അല്ലേ? ന്യൂമറേറ്റർ ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. സോ ഈ ഡെറിവേറ്റീവ് എന്തായിട്ട് കിട്ടിയിട്ട് നമുക്ക് 0 എന്ന് കിട്ടി അല്ലേ? അപ്പം ഈ ടേം 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, അതായത് ഡി ബൈ ഡി ഇസഡ് ഓഫ് എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓൺ ജി അല്ലേ? കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സം സി. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള എന്താ? ഇത് കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് ഇസഡ് ബൈ ജി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് we take it as സി. ഈ സി എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ചൂസ് ചെയ്യുന്നു. ഇ റേസ് ടു സി ഡാഷ്. സി ഡാഷ് എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ എക്സ്പൊണൻഷ്യലാണ് സി ആവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ പറയുന്നത് കേട്ടോ. എഫ് ഓഫ് ഇസഡ് ബൈ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സി വേർ സി ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് സി ഡാഷ്. അതൊരു അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോൺസ്റ്റന്റ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഇത് ഈക്വൽ ടു സി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് സെഡ് എന്ത് പറയാം? സി ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് അല്ലേ? ഇനി സിക്കും എച്ച് ഓഫ് ഇസഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എച്ച് ഓഫ് ഇസഡ് നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്നു. വാട്ട് ഈസ് എച്ച് ഓഫ് ഇസഡ്? ഇ റേസ് ടു G1 ഓഫ് ഇസഡ്. വാട്ട് ഈസ് യുവർ സി ഹിയർ? Our c is e raised to c1. So you just apply the rule of exponential function. What will happen to this term? This term e raised to c1 into e raised to G1 of z is what? E raised to G1 of z plus c dash. Okay? അതാണ് മാറ്റിയത്. You just apply the property of the exponential function. So we got that our analytic function f of z is the exponential of G1 of z plus c dash. Okay, now you take this term G1 of z plus c dash as g of z. Okay, your G1 of z is analytic. So if we define g of z in such a way, this g of z is also analytic. Okay, so you just take g of z as G1 of z plus c dash. Okay. സോ ഇതെന്ന് പറയുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ ലോഗ് എഫ് ഓഫ് സെഡ് അത് അനലിറ്റിക് ആയിട്ട് കിട്ടണം നമുക്ക് ജി ഓഫ് സെഡ്. അപ്പോൾ അനലിറ്റിക് ആയി കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇവിടെ നമുക്ക് എക്സ്പൊണൻഷ്യൽ മാറി അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലോഗ്. അപ്പോൾ ലോഗ് എഫ് ഓഫ് സെഡ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? G1 ഓഫ് സെഡ് പ്ലസ് സി ഡാഷ് വരും. ആ G1 ഓഫ് സെഡ് പ്ലസ് സി ഡാഷ് നമ്മൾ ജി ഓഫ് സെഡ് ആയിട്ട് എടുത്തു. നമുക്ക് ജി ഓഫ് സെഡ് അനലിറ്റിക് അല്ലേ വേണ്ടത്? അനലിറ്റിക് ആയിട്ടല്ലേ കിട്ടേണ്ടത് അല്ലേ? ഇവിടെ ലോഗ് എഫ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനലിറ്റിക് ബ്രാഞ്ച് ആയിരിക്കും ജി ഓഫ് സെഡ് എന്ന് പറയുന്നത്. അതാണ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ലോഗ് എഫ് ഓഫ് സെഡ് ആവാൻ പറ്റില്ലല്ലോ. ലോഗ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അനലിറ്റിക് ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. അനലിറ്റിക് അല്ല. അപ്പോൾ നോക്കൂ മക്കളെ, ഇനി അടുത്ത് പറയുന്നത് എന്താ? ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു പാർട്ടും കൂടി ഇല്ലേ? ഇതാ ഈ പാർട്ടില്ലേ, അതിലോട്ട് വരിക കേട്ടോ. അപ്പോൾ ജി ഓഫ് സെഡ് നമുക്ക് കിട്ടി. ജി ഓഫ് സെഡ് എങ്ങനെ കിട്ടി? ജി ഓഫ് സെഡ് പ്രത്യേകത എന്താ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജി ഓഫ് സെഡ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എക്സ്പൊണൻഷ്യൽ ഓഫ് ജി ഓഫ് ഇസഡ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇ റേസ് ടു ഡബ്ല്യു നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ആണെങ്കിൽ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു ജി ഓഫ് സെഡ് നോട്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്തു ഇ റേസ് ടു ഡബ്ല്യു നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്നെടുത്തു. അതിൽ നിന്ന് ഡബ്ല്യു നോട്ട് എങ്ങനെ ഇട്ട് രണ്ട് സൈഡും ലോഗ് അപ്ലൈ ചെയ്തു അല്ലേ? ഫോർ സം ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് അനലിറ്റിസിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാഞ്ചുകൾ എടുക്കുന്നത് കേട്ടോ. ഇനി ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ജി ഓഫ് സെഡ് നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുള്ളത്?
ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇസ് എ ബ്രാഞ്ച് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇവിടെ, ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് സെഡ്. അപ്പൊ ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് സെഡ് ആയതുകൊണ്ട് നമുക്ക് ആ മൊത്തം ബ്രാഞ്ചുകളുടെ സമ്മ്, മൊത്തം ബ്രാഞ്ചുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇപ്പൊ എങ്ങനെ ഇത് വരുന്നത്? ലോഗ് ഫംഗ്ഷന്റെ കേസ് 0 to 2π ഒരു ബ്രാഞ്ചാണ്, 2π to 4π ഒരു ബ്രാഞ്ചാണ്, 4π to എന്താ വരുന്നത് 6π ഒരു ബ്രാഞ്ചാണ്, അങ്ങനെയല്ലേ വരുന്നത്? ഓരോരോ ബ്രാഞ്ച് കിട്ടുന്നത് അങ്ങനെയാണല്ലോ. കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിലോട്ടല്ലേ പോകുന്നത്. അപ്പൊ നോക്കൂ, ജി ഓഫ് സെഡ് എന്ന് പറയുന്ന ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് സെഡ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണത്. ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് എഫ് ഓഫ് സെഡ്. അപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ പ്രൊപ്പോസിഷൻ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്, സബ്സെറ്റ് ഓഫ് സി ആണ്. ആൻഡ് എഫ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ്. എഫ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലോഗ് സെഡ് ഓൺ ജി. ദെൻ ദി ടോട്ടാലിറ്റി ഓഫ് ബ്രാഞ്ചസ് ഓഫ് ലോഗ് സെഡ് ആർ ദി ഫംഗ്ഷൻ. അതായത് ഒരു ബ്രാഞ്ച് എഫ് ആണെങ്കിൽ മൊത്തം ബ്രാഞ്ചുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബ്രാഞ്ച് പ്ലസ് ഞാൻ പറഞ്ഞില്ലേ 2πയുടെ മൾട്ടിപ്പിൾസ് എഫ് ഓഫ് സെഡ് പ്ലസ് 2k πi. ഇപ്പൊ k = 0 1 2 3 കൊടുക്കുമ്പോൾ ഓരോ ബ്രാഞ്ചുകളും നമുക്ക് കിട്ടും അല്ലെ. ടോട്ടാലിറ്റി ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചുകളും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഒരു ബ്രാഞ്ച് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, ഏതാ? ജി ഓഫ് സെഡ്. അപ്പൊ ബാക്കി ബ്രാഞ്ചുകൾ എങ്ങനെ കിട്ടുക? 2πik. അപ്പൊ ലോഗ് സ്റ്റാർ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് കിട്ടിയോ? ലോഗ് സ്റ്റാർ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഓഫ് ഇസഡ് പ്ലസ് 2πik. ഇവിടെ k = 0 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? k = 0, z = z0. k = 0 കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? ജി ഓഫ് z0 is equal to ലോഗ് സ്റ്റാർ എഫ് ഓഫ് z0. ലോഗ് സ്റ്റാർ എഫ് ഓഫ് z0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? W0. അപ്പൊ അതല്ലേ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. കിട്ടിയോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കൊറോളറിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കേട്ടല്ലോ?